ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. വൈറ്റ് സോസ് ഫ്ലേവറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക, ഒരു 2-3 ടേബിൾ സ്പൂണ്. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് അധികം പണിയൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള കട്ട്ലറ്റാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്ത ചിക്കനാണ്. 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരളവിൽ. ഇപ്പോൾ ഒരു ചിക്കൻ വേവിച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു എണ്ണയിൽ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയും മതി, നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്, എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് ഈ ഒരു മസാല ഒരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് മെഷർമെൻറ്റ് കപ്പിൽ. അപ്പോൾ ഈ ഒരു പാല് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് തിളക്കുമ്പോൾ കുറച്ച് തിക്കാകും, അപ്പോൾ അടിക്ക് പിടിക്കും, ഇളക്കി കൊടുക്കണം നന്നായിട്ട്. അതുപോലെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഈ ഒരു സമയത്തൊക്കെ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ബട്ടർ ചേർക്കുമ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. സോൾട്ടഡ് ബട്ടറാണെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറക്കാട്ടോ, അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുത്ത മൊസറല്ല ചീസ് 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ചീസും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മെൽട്ടായി വരുമ്പോഴേക്കും നന്നായിട്ട് തിക്കായി കിട്ടുന്നുണ്ട്. അതുപോലെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ബോൾസാക്കി എടുക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്നില്ല. സാധാരണ നമ്മൾ പൊട്ടാറ്റോ വേവിച്ചത് ചേർത്ത് കൊടുക്കാറുണ്ട്, പക്ഷേ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ തന്നെ ചൂടാറി കഴിയുമ്പോൾ ബോൾസാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് ഇതിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുറച്ച് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് വീണ്ടും. ഇനി നമ്മളിത് ചെറിയ ബോൾസാക്കി എടുക്കുക. പിന്നെ കയ്യിലൊരു ഇച്ചിരി വേണമെങ്കിൽ എണ്ണ തടവി കൊടുക്കാം കേട്ടോ, ബോൾസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, കയ്യിലൊട്ടി പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ചേർത്ത് കൊടുക്കണമെന്നില്ല, ചേർത്ത് കൊടുക്കാത്ത തന്നെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ബോൾസാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുക, ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബ്രെഡ് ക്രംസിൽ നല്ലോണം ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുക, എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ. അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ബ്രെഡ് ക്രംസൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പിന്നെ എണ്ണയിലോട്ട് ഇതിൻ്റെ പൊടിയൊന്നും വീഴുന്നില്ല. അതുപോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഈ ഒരു സമയത്തൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിലോട്ട് ഇട്ടപാടെ തന്നെ അങ്ങനെ തവി വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കണ്ട. ജസ്റ്റ് 1 മിനിറ്റൊക്കെ ഒന്ന് ആകുമ്പോൾ വേണമെങ്കിൽ നോക്കിയാൽ മതി. ഇതിപ്പോൾ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ മാറ്റിയാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്.